വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് അല്പം നിങ്ങളുമായി ചിന്തിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നീതീകരണം അല്ലെങ്കിൽ നീതി എന്നുള്ളൊരു വാക്ക് അധികമായി കോടതികളിലാണ് നമ്മൾ കേൾക്കാറുള്ളത്. അവിടെ ഒരു വ്യക്തി കുറ്റം ചെയ്തതായി ആരോപിക്കുന്നുണ്ടെങ്കിൽ അതിനെ കോടതി അയാൾ കുറ്റമില്ല എന്ന് കണ്ടുകഴിയുമ്പോൾ നീതിയുള്ളവനായി അയാൾ നീതിമാനാണെന്ന് കോടതി അംഗീകരിക്കുന്നതായി കണക്കാക്കും. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ആലോചിച്ചിട്ടുണ്ട്. അതായത് ദൈവസന്നിധി നമ്മളെ തന്നെ നമ്മളെല്ലാവരും ഒരിക്കലും തെറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കാം. തെറ്റ് സ്വാഭാവികമാണ്. നമ്മളെല്ലാവരും നമ്മളെ ദൈവത്തിന്റെ വായിക്കുന്നു. നീതിമാനായിരിക്കില്ല, ഒരുത്തൻ പോലില്ല, എല്ലാവരും വഴിയിൽ ചെയ്യുമ്പോൾ കൊടുക്കാത്ത നമ്മൾ വായിക്കുന്നു. ഇങ്ങനെ നമ്മൾ എഴുതി പോയ നമുക്ക് പണ്ട് ന്യായപ്രമാണത്തിലൂടെ ദൈവം അവസരം നൽകി. എന്നാൽ ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് ദൈവം നമ്മളോട് പറയുന്നു. കാരണം നമുക്ക് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നുള്ള ആ ഒരു സത്യം നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് തിരുവചനം പറയുന്നു. എന്നാൽ ഇസ്രായേൽ ദൈവജനം ഇസ്രായേൽ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരിപ്പോഴും ന്യായപ്രമാണത്തിന് പുറകെ നടക്കുക അല്ലെങ്കിൽ ന്യായപ്രമാണം ജീവിക്കുന്നവരാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ദൈവം തിരുവനന്തപുരത്ത് തന്നെ നമ്മളെ പറയുന്നുണ്ട്. അതായത് 9-ാമത്തെ വാക്യമായിരുന്നു, നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചതെന്ന് തന്നെ. നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റു മതങ്ങൾ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഇന്നത് ചെയ്താൽ നിങ്ങൾ പ്രവൃത്തി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയേക്കാം, നിങ്ങൾക്ക് മോക്ഷം കിട്ടിയേക്കാം എന്ന് അവർ പറയുന്നു. പക്ഷേ ഇത് ഞാനല്ല, ദൈവം തന്നെ പറയുകയാണ്. അതിനൊന്നും അതായത് ഒരു പ്രവൃത്തി കൊണ്ടും ഒന്നും ഇല്ല, പ്രവൃത്തി കൊണ്ടും ഒന്നും നേടാനില്ല. ഒരു മാർഗമാണ്. ഈ മാർഗം അല്ലെങ്കിൽ ഈ മാർഗം നിങ്ങൾ വിശ്വസിച്ചാൽ അത് മതി. വേറെ ഇപ്പം ഒരു വ്യക്തി പ്രവൃത്തി ചെയ്താൽ അതിനെ അവിടെ ഒരു കണക്കുണ്ടാകുന്ന, അതായത് ഞാൻ അത്രയും ചെയ്തില്ല പക്ഷെ വേറെ അത്രയും ചെയ്തു എന്നുള്ള ഒരു വ്യത്യാസം അവിടെ വരാൻ പാടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിച്ച എന്നുള്ള സത്യം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ വഹിച്ച നമുക്ക് വേണ്ടി മരിച്ചെന്നുള്ള സത്യം നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. അതാണ് കർത്താവിശ്വാസം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് നാം എന്ത് പറയേണ്ടു, നീതിയെ പിന്തുടർന്ന ജാതികൾ നീതി പ്രാപിച്ചു. അതായത് വിശ്വാസത്താലുള്ള നീതി തന്നെ, വിശ്വാസത്താലുള്ള നീതിയാണ് നമ്മൾ ഈ നോക്കേണ്ടത്. നമ്മൾ പ്രവൃത്തി കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. വിശ്വാസത്താൽ അബ്രഹാം നീതിയുള്ളവരായി കണക്കിട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. 35-6 വായിക്കുന്നു. വിശ്വാസത്താൽ, അല്ലാതെ പ്രവൃത്തിയില്ല. അബ്രഹാം തന്റെ ദേശം വിട്ട് ദൈവം പറയുന്ന ആ ദേശത്തേക്ക് പോകാൻ ആ ഒരു വിശ്വാസം, അതാണ് നമ്മളിവിടെ കാണുന്നത്. തീർച്ചയായും സാറ അത്രയും വയസ്സിൽ എനിക്കൊരു കൊച്ചിനെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ദൈവം നൽകുമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വിശ്വാസം അബ്രഹാം വിശ്വസിച്ചു. ആ വിശ്വാസമാണ് ദൈവം അവന് നീതിയായി കണക്കിട്ടത്. അതുകൊണ്ട് നമ്മളും അത് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവം മാത്രം Hi,
നീതിയുടെ